അപ്പോൾ നമ്മളുടെ ഉണ്ണി കിടക്കണുണ്ടോ, ഒന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുക വെച്ചിട്ട് നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞു വെച്ചതാട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ടാണ് എണീറ്റത്. അപ്പോൾ ഇവൾ എണീറ്റ് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോൾ എന്താ ഇവിടെ പൊതിച്ച് കിടക്കുകയാണ്. ഇത് നമ്മുടെ പപ്പടം മുണ്ടാട്ടോ. ഞാനും പപ്പടം മുണ്ട പൊതിക്കുക. അപ്പോൾ അവളും എടുത്തിരിക്കണം. നോക്കട്ടെ മോൻ കാട്ടെ. അപ്പോൾ വന്ന് വിളിച്ചപ്പോഴാണ് പറയണത് പീരീഡ്സായി മമ്മീന്ന്. പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആർക്കും ഇരിക്കണ്ട. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും തുടങ്ങും വേദനയും കാര്യങ്ങളും. അപ്പം എന്തായാലും എണീക്ക്, ദോശ വേണ്ടേ? എണീക്ക്. വാവച്ചേച്ചി കഴിക്കാൻ തുടങ്ങി അവിടെ. എണീക്ക് സുന്ദരി പെണ്ണേ, എണീക്ക്. ഓ എണിച്ച് നല്ല കുട്ടിയായിട്ട് എണിച്ച് നോക്കട്ടെ. എന്നിട്ട് ദോശ, നല്ല റോസ്റ്റ് ദോശയും സാമ്പാറൊക്കെ തരാം. ബാ നമ്മുടെ ഉണ്ണിച്ചക്കൻ വീഴാറായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിച്ചക്ക നേരം വെത്തുടി ടീ. കൈയൊക്കെ നോക്കട്ടെ. കൈയെടുക്ക്, എടുക്കടി കൈ. എനിക്ക് രാവിലെ എന്താ മുടിക്കെട്ടൊക്കെ കണ്ടോ? മുടിയൊക്കെ വെട്ടിയിരിക്കണൊക്കെ ഫാഷൻ്റെ ആണ്. എണീക്ക് മണിച്ചക്ക, കഴിക്ക. എണീക്ക് നീക്കി. അപ്പോൾ നമ്മളെ വാവിച്ച് എന്താ കഴിക്കണ? ദോശ സാമ്പാർ. അത് പൊങ്ങിച്ച് കാണിക്ക് നോക്കട്ടെ. അപ്പം നല്ല ദോശയും സാമ്പാറാണ് കഴിക്കുന്നത്. നന്നായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇന്ന് സ്കൂളില്ല, അപ്പോൾ എനിക്ക് നെയ് റോസ്റ്റും സാമ്പാറും വേണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ പറയുള്ളൂ. എത്ര വലുതായാലും ഞാൻ എൻ്റെ കുട്ടികൾക്ക് സ്കൂളില്ല എന്ന് എന്നെ പറയുള്ളൂ. എൻ്റെ മനസ്സിൽ എൻ്റെ കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. എനിക്ക് ഭാവിയൊന്നും വലിയ കുട്ടിയായിരുന്നെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റണില്ല. എനിക്കങ്ങനെ വിചാരിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് കൊടുത്താലും ഞാൻ പറയും സ്കൂളിൽ പോയിരിക്കുള്ളൂ. മരുന്ന് കഴിച്ചിട്ട് അരമണിക്കൂറുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് ഒരു മരുന്നുണ്ട് കേട്ടോ. മതി, അത് ഇറക്ക്. അതെ, കഴിക്കാൻ തരട്ടെ? അരമണിക്കൂർ കഴിയട്ടെ അല്ലേ? എന്തത് ഇപ്പോൾ? ഞാൻ ആദ്യം ഓഫ് ചെയ്യുമ്പോൾ എന്നെ അല്ലത് ഇത്ര നേരം ആ റൂമിലൊക്കെ തിരിയുണ്ടായിരുന്നല്ലോ. ശരി, ഇന്ന് കുറേ തിരക്കുള്ള ദിവസമാണല്ലേ നിങ്ങൾക്ക്? അതെ, വീഡിയോസൊന്നും എടുക്കില്ലെന്ന് എല്ലാം കൊടുത്തു. അതെ, അപ്പോൾ ഓക്കെ ഉണ്ണി കഴിച്ചു പോയിട്ട് കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കട്ടെ കേട്ടോ. എൻ്റെ ഫേസൊക്കെ ബബിള് വീങ്ങിയ പോലെ വീങ്ങിയിട്ടുണ്ട്. വാ പറയണ വീങ്ങിയതല്ലാന്ന്. അപ്പോൾ ദണ്ട് ഇവിടെയൊക്കെ അങ്ങനെ നീരാട്ടോ. കയ്യും വിരലൊക്കെ നീരാ. നോക്കിയേ, ഞാൻ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഒരു ആയുർവേദത്തിൽ വെക്കണോ അലോപ്പതി കാണിക്കണോ വെച്ചിട്ടാണ്. ഇതിന് ഏതാ കറക്റ്റ് കാണിക്കേണ്ടതെന്ന് എനിക്കും അറിയില്ല. വിരലൊക്കെ ഇങ്ങനെ മടക്കാൻ പറ്റാത്തതുകൊണ്ട് ആയുർവേദം കാണിക്കുക എന്നുള്ളൊരിതുണ്ട്. പിന്നെ ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും കഴിക്കട്ടെ. അപ്പോൾ ഞാൻ കഴിക്കണം കേട്ടോ. വാവുകുട്ടി പൊടി വേണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പൊടി വാങ്ങിച്ചില്ല. പൊടി ഇഷ്ടമാണ് വാവുകുട്ടിക്ക്. ഇങ്ങനെ ദോശയിൽ കൂടെ പൊടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ ചെയ്യണം മേമ? ഉണ്ണിച്ചക്കനും ഉണ്ണിക്കൊക്കെ ഇഷ്ടമുള്ള മീൻകറി കഴിക്കാൻ. സ്പെഷ്യലാണ് മറ്റേ മാന്തൽ കറി ഇല്ലേ? അതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? പൊളി. മുളകുപൊടി മാത്രമേ ഉള്ളൂ? മുളകുപൊടി കുറച്ച് മല്ലിപ്പൊടി ഇടണം. ഇത് മമ്മി ഇതിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. മേമത്തിന്റെ നമ്മളെ റെസിപ്പി ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു സ്പൂണ്, അതുകൊണ്ട് അളവ് കറക്റ്റ് അറിയുന്നില്ല. ഇത് നന്നായി വഴഞ്ഞു വരണം. ഓക്കെ, ഒക്കെ ഞാൻ കാണിച്ചു ഞാൻ വിളിക്കാം കേട്ടോ. അല്ല എന്താ ഇവിടെ രണ്ടും കൂടി രാവിലെ തന്നെ കൊഞ്ചലും കൊഴിയും തുടങ്ങിയ? കുട്ടി ഇവിടെ ഇരിക്കണേ. ഇപ്പൊ കുട്ടി ശരിയാക്കുന്നതിന് ഞാൻ നോക്കിയോ? കുട്ടിക്ക് ചോറ് കുട്ടി അത് എന്റെ ബിസ്ക്കറ്റ് അടി.
മേമേ ദോശ റെഡിയായോ? അപ്പൊ ഉണ്ണിച്ചക്കൻ കുളിച്ച Hello, guys. ദോശ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ വേഗം തായോ. വരുമ്പോഴേക്കും എന്താ ട്വിസ്റ്റ് വെച്ചാൽ ദോശ ഇല്ല. ഞാൻ ഉണ്ടാക്കി ഇപ്പോഴാണ് വെച്ച് ഇല്ല കുട്ടി കൈയല്ല കുട്ടി കൈയല്ല. എന്റെ ദോശ ബിസ്ക്കറ്റ്. എന്റെ ബിസ്ക്കറ്റ് എത്ര ബിസ്ക്കറ്റ് കഴിച്ചു നീ? ഇതിനകത്ത് 6 ഉണ്ടായിരുന്നു. നന്നാ കയ്യിലെണ്ട കഴിച്ചോ കഴിച്ചോ. അവളുടെ ഫോണിലും എന്റെ ദോശ എടുത്ത് മേമേ ദോശ മേമേ. ഇത് കണ്ടോ കോഴ്സ് ഇവിടെ ഇവളുടെ വികൃതി കാരണം കൊണ്ട് മേമ കെട്ടിട്ടോ. കൊഞ്ചല് കൊഴി ഞാൻ പറഞ്ഞില്ല അപ്പൊ തന്നെ നിർത്താൻ. എന്താ കുഞ്ഞിനെ കെട്ടിട്ടു. കുറച്ചേരം അവിടെ ഇരുന്നോട്ടാ. എന്റെ ദോശ കട്ട് കഴിക്കല്ലേ എന്റെ ചെറുപ്പത്തില് ഇങ്ങനെ എന്താ പറ്റത് മമ്മി നോക്ക്. മേമ ഇങ്ങനെയല്ല കെട്ടിയിടേണ്ടത്. ഞാൻ കാണിച്ചു തരാ. കെട്ടാൻ പറ്റാത്ത രീതിയിലാക്കോ? പറ്റില്ലല്ലോ. ഞാൻ പിടിച്ചോളാം. ചെറുപ്പത്തിലില്ലേ ചെറുപ്പത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് കേട്ടോ. രണ്ടാളിയും കെട്ടിയിട്ട് കളിപ്പാട്ടം കൊട്ടിക്കൊടുക്കും. എത്ര കാര്യം കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മ വന്നപ്പോ വെറുതെ കെട്ടിയിട്ടാട്ടോ. ഞാൻ വെറുതെ ചെറിയ കുട്ടിയായി നമ്മള് ചെറുപ്പത്തിൽ നോക്കുമ്പോ ഒക്കെ പറയും ഇവിടെ ഇരിക്കും അമ്മ അത് ചെയ്യട്ടെ അമ്മ ഇത് ചെയ്യട്ടെ എന്ന്. അങ്ങനെ ആക്കിയിട്ട് അവിടെ കെട്ട് അപ്പൊ അങ്ങനെ വിഷു ആയില്ലല്ലോ. വിഷു ആയിട്ടില്ല. താഴെ കെട്ടടാ. കെട്ടിയാ മതി. അവള് അമ്മേ ഇവൻ എപ്പോഴും ബസ് കയറ്റി വിടുന്നേ. അപ്പൊ നമ്മളെ കറി ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കുകയും ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ നമ്മൾ എന്ത് കറി വെക്കണമെന്ന് പറഞ്ഞില്ല അല്ലേ. ഉണക്കമാന്തൽ വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഞാൻ ഇതിന് മുൻപ് റെസിപ്പി ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്നും കൂടി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കുട്ടിക്ക് പറഞ്ഞ ശരിക്കും കൊടുത്തോ നീ ഉള്ള ശരിക്കും കൊടുത്തൊന്നുമില്ല. പാവല്ലേ എന്റെ കുട്ടി. കാലെടുക്കണ്ടോ? മേമേ വിഷു ആയിട്ടില്ലല്ലോ. അയച്ചുവിടാൻ വരണോ? ഇല്ല ആളെ പാവം കുട്ടി ഒന്ന് അയച്ചുവിടേനെ. താരി ടീഷർട്ട് വന്നു ഇവിടെ എത്തിയോ കഴിക്കല്? അതെയോ? എന്റെ ടേബിളല്ലേ ഇതില്? എന്റെ ടേബിളല്ലേ? ഇതുണ്ടോ ഒക്കെ വലിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. ഇല്ല ഒക്കെ മമ്മിയാണ് വൃത്തിയാടെ. ഞാൻ വൃത്തിയാക്കി കൊടുക്കുമ്പോ അയ്യോ ഞാൻ വലിച്ചു വാരിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എന്റെ അടുത്തിട്ട് നീ വൃത്തിയാക്കിക്കോളൂ. അവിടെ ഒരു കുട്ടീനെ കെട്ടിയിട്ടുണ്ട്. പണ്ട് കെട്ടിയിരുന്ന പോലെ. ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. സീനാ. പിന്നെ ചെന്ന് മിസ് ചെയ്യും. പിന്നെ വന്ന് നോക്കി നോക്ക്. വേമ്പ ആ പണ്ട് എങ്ങനെ ചെയ്യ കളിപ്പാട്ടം കൊടുത്തിട്ട് കാല് നോവുന്നു അമ്മേ. കാല് നോവുണ്ടോ? എല്ലാരും ടി വി കാണുന്നു. അവര് കണ്ടോട്ടെ. കുട്ടി ഇവിടെ ഇരുന്നോട്ടാ. കളിപ്പാട്ടെ കുട്ടി ഇവിടെ ഇരുന്നോട്ടാ. ടി വി കാണണ്ടോട്ടാ. കുട്ടി ഇവിടെ ഇരുന്നോട്ടാ. അവിടെ ഇരുന്നോ. കൈകെട്ട്. പണ്ട് എങ്ങനെയാണ് കുട്ടിയാണോ ഞാൻ? എന്റെ കുട്ടി പണ്ട് എങ്ങനെയാണ് മോർണിംഗ് പറയും പോയി മമ്മി ഇരുത്തുക ഒരു മുക്കില് ഒരാള് പിടി ഒരാളെ പിടി വികൃതി അടിച്ച് അങ്ങനെ ഇരുത്തുക. അവിടെ ഇരുന്നോട്ടാ. കൈയുണ്ട വേഗം കറി വെച്ചിട്ട് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാട്ടാ. എനിക്ക് കളിപ്പാത്ത ഫോൺ തരുന്നു. എനിക്ക് കുട്ടികളിനൊക്കെ കൊഞ്ചിക്കാനേ കൊത്തിയാവുക. കാരണം എനിക്ക് കുട്ടികളെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടീനെ ഇപ്പോഴും അമ്മ അങ്ങനെയല്ലേ നോക്കാറ്. മമ്മിക്ക് സന്തോഷായിക്കോട്ടെ വെച്ചിട്ട് മമ്മി ആ പഴയ ഇതിലേക്ക് ദൈവം വെച്ചിട്ട് ഞാൻ അയച്ചില്ല. അവന് കെട്ടിയിട്ടിരിക്കണം. കുട്ടീനെ സ്ഥലം മാറ്റി ഇരുത്തിയിട്ടുണ്ട്. കെട്ടിയിട്ടുണ്ട്. ഫാനും കാണാം ടി വിയും കാണാം. അപ്പൊ കുട്ടിക്ക് ടി വി കാണുന്നു പറഞ്ഞപ്പോ അതുകൊണ്ട് കുട്ടീനെ കണ്ടോ കുട്ടിക്ക് സ്ഥലം മാറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ശംഭു വിളിക്കുന്നു. എന്റെ ശംഭു വിളിക്കുന്നു. ഞാൻ ഒന്ന് കോൾ ഒതുങ്ങിയിരിക്കോ?
പോയിട്ട് മാമൊക്കെ ഉണ്ടാക്കിയിട്ട് വരട്ടെ. അവനിനി ദോശ കൊടുക്കണ്ട. അത് ദോശ വെക്കണ്ടേ? അതെന്താ? അവൻ പാവല്ലേ? ഇല്ല, അവൻ പാവം കുട്ടിയാ. സുന്ദരി പറഞ്ഞാലോ. വേറെ കളിപ്പാട്ട് എവിടെ? ഒളിപ്പിച്ചു വെച്ചോ? ഇത് ശരിക്കും മമ്മിക്കില്ലേ പണ്ട് നോക്കണ പോലെ ഒരു ഓർമ്മ വരിക. മമ്മിക്ക് അങ്ങനെ ഒരു ഓർമ്മ വന്നിട്ട് ഞാനില്ലേ ഞാൻ അങ്ങനെ കുട്ടികളിങ്ങനെ ഇങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ നോക്കും കേട്ടോ. ഞാൻ കെട്ടിയിടുകയൊക്കെ ചെയ്തെങ്കിലും ഞാൻ കളിപ്പാട്ട് നിറച്ച് കൊട്ടി കൊടുക്കും കെട്ടിയിട്ടിട്ട്. കാരണം ഇവർ അവിടെയും ഇവിടെയും പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ കെട്ടി. പക്ഷെ എൻ്റെ മക്കള് പാവങ്ങൾ എത്ര നേരം കഴിഞ്ഞിട്ടാണ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ചത്ത് വരെ പാവങ്ങൾ മിണ്ടാതിരിക്കും കേട്ടോ. ഒരു സാധു പിള്ളേരായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ ഒരു പാവങ്ങളായിരുന്നു. ഇപ്പോഴാണ് തലതെറിച്ചവിറ്റായത്. ഇല്ല വെറുതെ പറഞ്ഞതാ. വെറുതെ ഏട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്നേരം പോയിട്ട് അവർ ഷേവൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇതിൽ നല്ലത് കേട്ടു കേട്ടോ. ചീത്ത കേട്ടിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, നന്നായിട്ടോ സാമ്പാറൊക്കെ? നല്ല സ്രൗ മീനാണ്. ഞാൻ അതിന് മുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ എല്ലാ കറികളൊന്നും ഇഷ്ടമില്ല. പക്ഷെ അങ്ങനെ ഉണക്കമീൻ്റെ ഒരു കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ എന്നും ഇത് കഴിക്കാൻ പാടില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ കഴിക്കും കേട്ടോ. ഇത് അത്രയും നല്ലതൊന്നും അല്ല, പക്ഷെ ഞാൻ കഴിക്കും ഇടയ്ക്കൊക്കെ. അപ്പോൾ നാളെ ഒരു പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ വരണോ നാളെ ഒരു പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനൊക്കെ ഇട്ട് ചെയ്യുന്ന നമുക്ക് കുറച്ചും കൂടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മിണ്ടടയ്യേ വേറെ എന്തെങ്കിലും ഒഴിക്കാണ്ടോ? ഇനി കുറച്ചും കൂടി ഇതിന്റെ വെള്ളം കൂടി കുറച്ചും കൂടി ഒഴിക്കാം. എത്ര മിനിറ്റ് വേണം മാമേ? വെള്ള സമയം 10 മിനിറ്റ് നമുക്ക് മീൻ കറിയും കുത്തി ചോറ് കഴിക്കാം. അപ്പൊ നിങ്ങൾ ദോശ കഴിച്ചോ? കുറച്ച് ഉച്ചക്കേ മീൻ കറിയും കൊള്ളാം. അതെന്താ മറ്റേ കളിപ്പാട്ടമൊക്കെ അടുത്തിട്ട് അത് എടുത്തു വെക്കണേ. എന്താ വടി എടുക്കാൻ പോകും. അമ്മ എന്താ പറഞ്ഞിരിക്കുന്നത്? എടുത്ത സാധനം എന്താ പറയുക? എടുത്ത സാധനം വെച്ചോന്നിട്ട്. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ കെട്ട കഴിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ ഇനി തുണി ഇടാൻ പോട്ടെ. മോളിക്ക് കുറേ പിമ്പിൾസ് വന്നിരിക്കുക. ഞാൻ കോളേജ് ഡേയുടെ ഡാൻസിൽ മേക്കപ്പ് ഇടുമ്പോഴേ വിചാരിച്ചു കുറേ പിമ്പിൾസ് ഉണ്ടാവുമെന്ന്. കാരണം ഇടുമ്പോൾ തന്നെ ഒരുപാട് പിമ്പിൾസ് നെറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടിപ്പോയി. ഇവിടെയൊക്കെ പിമ്പിൾസായി. മമ്മി ഇവിടെ കറി ഉണ്ടാക്കുന്നു. ഇത് എന്ത് കറിയാ? മാന്തൽ കറിയല്ലേ? ഉണ്ണിക്ക് നല്ല ഇഷ്ടം, മമ്മിക്കും അല്ലേ? എനിക്കിഷ്ടമാണ്. ആവറേജ്. ഉണ്ണിക്ക് നല്ല ഇഷ്ടം, മമ്മിക്കും. ശരി, തുണി ഇട്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ തുണി ഇടട്ടെ. വാക്കുട്ടിയുടെ കാലത്ത് കെട്ടൊക്കെ അഴിച്ചു വിട്ടിട്ട് വാക്കുട്ടി മുകളിൽ തുണിയിടാൻ വന്ന കേട്ടോ. എനിക്കിപ്പോഴും വാക്കുട്ടീനെ ഇങ്ങനെയൊക്കെ കൊഞ്ചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ കുട്ടി എവിടെ, നമ്മുടെ വാക്കുട്ടി എവിടെ എന്നൊക്കെ ചോദിക്കും. ഉണ്ണീനെ അങ്ങനെ തന്നെയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരിനെ പോലെ ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്. അവർ അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, അവർക്കും ഇഷ്ടമാണ്. എന്താ കംഫേർട്ട് കഴിഞ്ഞു, പക്ഷെ താഴെ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടാവില്ല തോന്നുന്നു. പിന്നെ ഇവിടെ തുണിയൊന്നും എടുക്കാറില്ല. ഞാൻ വിചാരിച്ചു തുണിയൊക്കെ എടുക്കാണ്ടാവും. ഉണ്ണി ഇവിടെ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ഇവിടെ ഇത്തിരി തുണി മടക്കാനുണ്ട്. പിന്നെ ഉണ്ണി എന്നോട് അവൾ തുണി മടക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. അവൾ തന്നെ മടക്കിക്കോട്ടെ എന്നാ അല്ലേ? ക്വിസ്. അപ്പോൾ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. മേമ മീൻ വറുക്കാൻ പോവുകയാണ്. സോറി, ഇത് ഉണക്ക മീനല്ല വറുക്കുന്ന മാന്തൽ. സ്രാവല്ലേ? ഇത് ഉപ്പല്ലാത്ത സ്രാവല്ലേ മാമേ? ഉപ്പ് കുറവുള്ള സ്രാവല്ലേ? ഉപ്പ് നമ്മൾ കളയും. നമ്മൾ ഉപ്പ് നല്ല വെള്ളത്തിലിട്ട് കളഞ്ഞിട്ട് വറുത്ത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേവോ? ലയിപ്പിച്ചിട്ട് ഇങ്ങനെ ചേർക്കാം.
കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിട്ടാൽ മതി. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഓ ഇതൊക്കെ നമ്മള് പറ്റുള്ളൂ. ബാലിന് നേരെ നോക്കണ്ടേ? എനിക്കറിയാം. ഓക്കെ ബാലിന് പോലെ നോക്കണം കേട്ടോ. പിന്നെന്താ ഒരു കുറവ് ഞാൻ വരുത്തില്ല. അതെ, അമ്മായിമ്മ പോരുന്ന് എടുക്കാൻ സമ്മതിക്കരുത് കേട്ടോ മമ്മീനെ. ഓക്കെ കഴിഞ്ഞില്ലേ? ഇതാവട്ടെ, അത് നമുക്ക് മറിച്ചിടാം. ഓക്കെ അപ്പൊ ഇനി ഇത് നല്ല കഴിഞ്ഞിട്ട് മമ്മി മീൻകറിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മമ്മി പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താ കാണിക്കുന്നത് സിസ്റ്റേഴ്സ്? എന്താ പരിപാടി ഇവിടെ? എന്റെ കാലിൽ അയച്ചില്ലേ? ഇവിടെ കെട്ടിയിട്ടിരിക്കാന്ന് പറഞ്ഞ ആ പേരിൽ അവിടെ ഇരിക്കാം മടിയായിട്ട്. അപ്പൊ ആ ഉണ്ണിയാണ് പണിയൊക്കെ കഴിഞ്ഞോട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുന്നുണ്ടാ. പതുക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ശരി വിളിച്ചേക്കാം കേട്ടോ. ശരിയാണ് കേട്ടോ. ഒന്നിനും കണ്ണ് കാണില്ല അല്ലേടാ ഞാൻ അവിടെ അടുത്ത് വന്നിട്ടുള്ളത്. ഓ പറയാ ഞങ്ങൾ സ്നാപ്പ് എടുക്കുക. ഇവന്റെ മൂന്നെണ്ണം കൂടി ഇല്ലേ ഇത്ര നേരം ഇവിടെ നല്ല അടി ഇടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോ സൈലന്റ് ആയിട്ട് വാവ മടി കടന്നിരിക്കുക. ഞങ്ങക്ക് മമ്മീനെ പേടിയാണ്. അതെ, മമ്മി ഞങ്ങളെ ചിലപ്പോ അടിക്കും. അയ്യോ പാവം. അടുക്കളത്ത് വാരുന്ന അടിച്ചിടൂ. എന്താ വിശേഷം ചക്ക? ഡാ സുഖം. വന്ന് വീട് കൊടുക്കാൻ പാടാ. സുഖാണ്. ഇതിലാണ് കൊണ്ടേ പണി എടുപ്പിക്ക്. തുടങ്ങിയില്ല അമ്മേ. അതെ, ചൂട് തുടങ്ങി കേട്ടോ. എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. എന്താ വെച്ചാ ഉച്ചയ്ക്കൊന്നും പുറത്ത് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കണ്ടു ന്യൂസൊക്കെ. എന്താ ചൂട് അകത്തന്നെ അങ്ങനെ. പക്ഷെ നമുക്ക് ഇവിടെ അത്ര ഇല്ല എങ്കിലും ചൂടുണ്ട്. അതെ അതെ നല്ല ചൂടുണ്ട്. ഫാൻ ഇടും. കുട്ടീനെ അവിടെ കെട്ടിയിട്ടതല്ലേ ഈ മമ്മി? ഇവിടെ കെട്ടിയിടിഞ്ഞ് എന്നെ മതി പറയോ. ഉദിരിച്ചു അമ്മേ. ഒരു റീല് കണ്ടില്ലേ? ഉദിരിച്ചു അമ്മേ. ഉണ്ണി പോവാ. കുഞ്ഞു പൊക്കോ, വേഗം പൊക്കോ. ഇപ്പൊ പോണ്ട കൊക്കച്ച് വരും. ഉണ്ണി നാളെ പോവാ. നീ ഇതിലെ കണ്ടേ? ആ നല്ല കുട്ടി. ഇങ്ങനെ സീനാണേ. കുട്ടി എന്താ കാട്ടണ്? അപ്പം നമ്മളെ സ്രാവ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുമ്പോഴത്തേനും ചേച്ചിതൊക്കെ ഓഫ് ചെയ്തിരിക്കണം. ഇനി ഞാൻ എന്താ പറയുക, പപ്പായ പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വിനേഗർ ഇല്ല കേട്ടോ. അതുണ്ടാച്ചാലാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ. അപ്പം അതില്ല. അപ്പം ഞാൻ ഇനി ഉണ്ടാക്കണില്ല. ഇവരിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. മീൻ കറി ഉണ്ട്, മീൻ വറുത്തുണ്ട്, മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ കാബേജ് തോരൻ. ഞാൻ എന്താ പറയുക, അച്ചാറിടാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. വിനേഗർ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ കുഞ്ഞാവയ്ക്ക് വാരിത്തരണം എന്ന് പറഞ്ഞപ്പോൾ വാരിക്കൊടുക്കാം. വാരി കൊടുക്കണേ അവൾക്ക്. എന്താടി നോക്കുന്നത്? കുട്ടീനെ ഡീ വിളിക്കണ്ടടാ. എന്താടാ നോക്കുന്നേ? ഇതോ എന്നാ ഉണ്ണിമ ഒരു വായി നോക്കി നോക്കൂ. അന്ന വാ കുട്ടി കഴിച്ചു. ഇത് ടേസ്റ്റ് ചെയ്തു. ഉണിച്ചത് കഴിച്ചോ പോയി. ഇപ്പോൾ വയറുവേദനയില്ല, ഒന്നുമില്ല.
ഇത് ഇങ്ങനെ പീരീഡ്സ് ആയിട്ട് ഇരിക്കുമ്പോ അങ്ങനെ ചോക്ലേറ്റ് ഐറ്റംസ് അതൊന്നുമല്ല, ഇന്നലെ കുറേ ദിവസം എൻ്റെ അടുത്ത് ഡ്രീം കേക്ക് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ വിളിച്ച് പറഞ്ഞ് ഓർഡർ ചെയ്യണം, എന്നാലാണ് അവർ പിറ്റേ ദിവസം കൊണ്ടുവരും. കാരണം ഇത് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഉറങ്ങണതാണ്. ഉണ്ണി വാങ്ങനൊക്കെ അവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവള് ആ സമയം നോക്കിയിട്ട് ഡ്രീം കേക്ക് വന്നു വെച്ചിട്ട് തുള്ളിച്ചാടി അവർക്ക് കൊടുക്കണ്ട, അവർക്ക് ഉണങ്ങാണ് പറഞ്ഞിട്ട്. അങ്ങനല്ല, ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ കാര്യേ വിട്ടുപോയി. ഇന്നൊരു കറക്റ്റ് 4 മണിക്ക് കൊടുത്തിരുന്നു. അപ്പൊ ഓണിന്റെ ഡാൻസില് ആര് മുടി വെച്ചതാണോ ചോദിക്കണോ? അതെന്താ വെച്ചതാണോ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലിലായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മുടി ഇങ്ങോട്ട് വരുമ്പോ വെച്ച പോലെ തോന്നിയിട്ടുണ്ടാവും. അതാ വെച്ചതല്ല കേട്ടോ, വെച്ചതൊന്നല്ല. ശരി, അത് മുറിച്ചിട്ട് ഒരു പീസ് ആന്റിക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോഴാണ് ഒന്ന് എങ്ങനെ ഡ്രീം കേക്ക് കിട്ടിയ സന്തോഷം കാണിക്കുക. ഉണ്ണിയും ഉണ്ണിച്ചക്കനും ഭാവിയോ ഒതുങ്ങ. അപ്പഴേക്ക് കഴിക്കൂ ഫുള്ള്. കഴിക്കാം, വേണ്ട അവര് കൊടുത്തേക്ക്. എനിക്ക് തോന്നിയ കണ്ടപ്പോ ഞാൻ പിന്നെ അവിടെ കാണാതെ ഇതൊന്ന് വാരിട്ടേച്ചോ 3 അടക്കം. അപ്പൊ അവര് കൊടുക്കില്ലേ, കൊണ്ട് കൊടുക്കുവോ? അവരെല്ലാരും കണ്ടു. ഓർക്കുമ്പോ ഉച്ചക്കിന് കഴിക്കായിരുന്നില്ലേ? ഉച്ചക്കിന് കഴിക്കാൻ എല്ലാവർക്കും കൊടുത്തിട്ട് എന്നെ മമ്മി പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മമ്മി. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയും പീസ് ഞാൻ ആന്റിക്ക് കൊടുത്താണ്. ഇത് ഫുള്ള് ആന്റിക്ക് കൊടുത്തു. ഇവിടുന്ന് ഒത്തിട്ട് കൊടുത്തു. ഇവിടെ നിങ്ങളുടെ എന്താ ചെയ്ത്? ആന്റിയുടെ കവറിലിട്ട് കൊടുത്തു. ശരി, ഇവിടെ നിങ്ങളുടെ ആന്റി കൊടുത്തു. ഇവിടെ നിങ്ങളുടെ എന്താ കേട്ടേ? ഒന്നും കട്ടിയില്ല. സത്യം പറ. കുറച്ച് ഞാൻ കഴിച്ചു. ഈക്വൽ ആയിട്ട് വരട്ടോട്ടാ. ശരി, പക്ഷെ പണ്ടത്തെ ടേസ്റ്റ് ഇല്ല മമ്മി. ഇപ്പൊ അവര് പറ്റിക്കുക. ഇത് ഉണ്ണിച്ചക്ക എടുത്തോട്ടെ. ഇതാണ് ഉണ്ണിച്ചക്ക എടുത്തോട്ടെ. ഇത് വാവുകുട്ടി എടുത്തത് ഉണ്ണി എടുത്തോ. ആട്ടാ, ഇത് ഉണ്ണി എടുത്തത് വാവുകുട്ടിക്ക്. എന്നാ ഉണ്ണി വലിയ എടുത്തോ. ഇത് മുഴുവനും കഴിക്കാൻ സഹിക്കില്ല, അപ്പോഴത്തേനെ ഇതാവും. ഞാൻ കഴിക്കും. ശരി, അവർക്ക് പാത്രം എടുത്തിട്ട് തരാൻ പറഞ്ഞിട്ട് കൊടുക്കാം. വേണമെങ്കിൽ പാത്രം എടുത്തിട്ട് വന്നോട്ടാ. ഡ്രീം കേക്ക് വേണമെങ്കിൽ. ഇവിടെ ഞങ്ങൾ ഉറങ്ങുന്ന നേരം ചെയ്യുന്നു. ഞാൻ കഴിച്ചില്ല. അപ്പൊ നിങ്ങൾ നീക്കട്ടെ ഇത്ര വലിയ മനസ്സൊക്കെ ഉണ്ട് പറഞ്ഞു കൊടുക്കുക. അത് കുട്ടീനെ പറ. ഉണ്ട് അങ്ങനെ പറയാ. അത് കഴിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല ബാബേ, അതാ സത്യം. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അതൊന്നും എനിക്കിഷ്ടല്ല. അത് കഴിക്കാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല ബാബേ, അതാ. മതിയോ? മതിയോ? ഇല്ല ഇല്ല, അവള് കഴിക്കട്ടെ. അതെ, കൊറേ നാളായിട്ടോ അത് വാങ്ങിച്ചിട്ട്. ഇന്നലെ ഇരുന്നപ്പോ കൊറേ ദിവസം ഇവിടെ അടി. കൊറേ ദിവസം ഇവിടെ അടി. കൊടുക്ക്. കൊറേ നാളായി ഇതവളുടെ വലിയ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോട് വേറെ സ്ഥലങ്ങളൊക്കെ ആന്റിക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. തമ്പുരാനറിയാം. ബാക്കിയുള്ളതൊക്കെ എവിടെ വെച്ചപ്പോ ആന്റിക്ക് കൊടുത്തിട്ട് അതിന്റെ ബാഗ് കുറച്ച് മണ്ണടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അത് അവള് തോന്നി. പിന്നെ ഞാൻ വയ്യാത്ത കുട്ടിയല്ലേ, സുഖമില്ലാത്തല്ലേ ഇച്ചിട്ട് വിട്ടു. തലയ്ക്കല്ല കേട്ടോ, വയറുവേദന. എനിക്ക് ഇന്ന് ചെവിവേദന ഉണ്ട് കേട്ടോ. ഓക്കെ 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 ഫൈൻ. ചോറിനേ ഉള്ളൂ. അതെ, എങ്ങനെയുണ്ട് കറി? ഐസ്ക്രീമും കഴിച്ചിട്ട് അതും കിട്ടില്ല. ഐസ്ക്രീം അല്ല, കേക്ക്. ഞാൻ കഴിച്ചോട്ടാ.
ഇങ്ങോട്ട് വാ, ഒരു കാര്യം വെച്ചരാ. ഇതാണ് ഇതൊക്കെ ഒരു മിനിറ്റ് വിട്. ഇതാണ് എന്റെ ഇത്. നേരത്തെ നോക്കുമ്പോ ഇത്ര ആയിരുന്നില്ല, അത് വേറെ കാര്യം. ശരി, ഇപ്പൊ നോക്കുമ്പോ ഇത്രയുണ്ട് മോൾ ഭാഗം. പക്ഷെ ബേസ് നോക്കാതിന്റെ അതിന്റെ ബേസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നറിയോ? അതിന്റെ ബേസ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നറിയോ? ഇങ്ങനെ എന്നിട്ട് മോളിൽ ഇങ്ങനെ അടിഭാഗം കൂടുതൽ നിക്കണു എന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു സൈഡ് കറക്റ്റ് നേരെ ആക്കി കൊടുക്കാൻ പറഞ്ഞു. അതാക്കുമ്പോ ഉണ്ണി ഡീ വന്ന് നോക്കി. അപ്പൊ തന്നെ ഞാൻ വിട്ടു. ഞാൻ എന്റെ പേഴ്സൺ എടുക്കണ്ട കേട്ടോ. ഫോണും തരും ആവശ്യമുണ്ട്. അടി ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാൻ എല്ലാം ഒന്ന് എടുത്തതാ. ഞാൻ ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ വേണമെങ്കിൽ വെള്ളം കെട്ടിട്ടുണ്ടെങ്കിൽ നീ കഴിച്ചോണ്ട് എടുക്കൂ. എന്നാ കഴിച്ചിട്ടിട്ട് കൊടുക്ക്. അല്ല ഇനി ചെറുപ്പിട്ടല്ലോ, ഏകദേശം മതിയാണ് അവൾക്ക്. ബേസ്മെന്റ് ഒക്കെ പൊളിക്കല്ലോ. മമ്മി ഇതൊന്ന് ഫ്രിഡ്ജിക്ക് വെക്കോ? മതിയായോ? കണ്ടോ, രണ്ട് ഇത് വാവയുടെ ടീം വാവ, ഇത് ടീം ബോഡി. ഹിമാലയ പർവ്വതം നിൽക്കുമ്പോ ഉണ്ട്. ഇത് എന്തൊക്കെ നോക്കിയൊക്കെ വെച്ചിരിക്കാൻ ഇതും കൂടെ ഒന്ന് കഴിച്ചൂടെ? വേണ്ട, ഫ്രിഡ്ജിക്ക് വെച്ചോ. മതിയാ? സമാധാനം. ഇനി ചോദിക്കില്ല കേട്ടോ. ഇനി ചോദിക്കും നാളെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഉണ്ണിച്ചക്കൻ ഇവിടെ. ഇവിടെ നീ പോടാ. നമ്മുടെ ഉണ്ണിച്ചക്കൻ ഇവിടെ. നീ എന്താണ് ഉണ്ടാക്കുന്നത്? നാരങ്ങ വെള്ളം. ചോദിക്കും ഇതെന്താ പഞ്ചസാര വെള്ളോ? എവിടെ നാരങ്ങയാടാ? പഞ്ചസാര മമ്മി. മമ്മി ഇവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്ത് ക്യാരറ്റ് ABC ജ്യൂസാണോ? അല്ല, വാ കുട്ടിക്കൊരു പ്രത്യേക ജ്യൂസ്. മമ്മീനെ കാണിക്കരുതെന്ന് പറഞ്ഞോണ്ട് കാണിക്കുന്നില്ല. അടിച്ചോ? ഇല്ല, അടിക്കണം. ഇനിയുണ്ട്, കാണിച്ചു തരാം. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടല്ല. എനിക്ക് നാരങ്ങ പഞ്ചസാര ഇട്ട് കുത്തിയത് അത്ര ഇഷ്ടമല്ല. എപ്പോഴേലൊക്കെ കുടിക്കും, അത്ര. ഉപ്പിട്ടത് ഇഷ്ടമല്ല. ഉപ്പിട്ടിട്ട് ഞാൻ മമ്മിക്ക് ഉണ്ടാക്കി കൊടുക്കും BP ലോ ആവുമ്പോ. അതെനിക്ക് ഇഷ്ടം. ഓക്കെ, മമ്മി അപ്പൊ ഇതിൽ തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ. അരച്ചു വെച്ച സൗണ്ട് അരച്ചു വെച്ച തേങ്ങ ഇരിപ്പിടും. ചെക്കന് ഞാണ്ടല്ലോ. പിന്നെ അതെന്ത് പറ്റിയതാ? ചെടവി വെച്ച തേങ്ങ. സോറി. കുറച്ച് വെള്ളം ഒഴിക്കാൻ. ഒരു 3/4 ഗ്ലാസ് വെള്ളം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്. ഇത് നന്നായി അരിച്ചിട്ട് അരിപ്പിൽ വെച്ച് കുടിക്കുക. നല്ലതാ. ഓക്കെ, അടിക്കും. ഇത് അടിക്കണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പം മമ്മി ജ്യൂസ് എടുത്ത് അരിച്ച് വലിയ അരിപ്പയിൽ അരിച്ചിട്ട് ബാക്കി ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരപ്പാലും ക്യാരറ്റ് ജ്യൂസ് അടിപൊളിയാട്ടോ. സ്കിന്നിനും ഒക്കെ നല്ല, സ്കിന്നിനൊക്കെ നല്ല കേട്ടോ. ഹെയറിനും സ്കിന്നിനൊക്കെ നല്ലതാത്രേ. നമ്മുടെ ഏറ്റവും കടയിൽ പോയിട്ട് എന്താണ് മേടിച്ചിട്ട് എനിക്ക്? ഐസ്ക്രീമാ? ചോക്ക് ബാറോ മാംഗോ ബാർ? നമുക്കിങ്ങനെ ആടാൻ പോവാനേ. അതിന് അർജന്റായിട്ട് ഇത്ര നേരം വേണോ? 2 കട മേടിക്കല്ലോ ഈ നേരം കൊണ്ട്. രാത്രി ആകുമ്പോഴത്തേനും ചിരിയും കളിയൊക്കെ മാറിയിട്ടോ. ആൾക്ക് വയറുവേദന വരാൻ തുടങ്ങി. രൂപമൊക്കെ മാറി. ഫുഡും കഴിച്ചിട്ടില്ല. ഏട്ടൻ ജ്യൂസ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മെനിക്കുണ്ടാ. ഇനി കുറച്ച് കഴിഞ്ഞ് തുടങ്ങും കരയാൻ. ആരും ഉറക്കൂല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇനി പോയി. എനിക്ക് തന്നെ പേടിയാണ്. ഒറ്റങ്ങൾക്ക് 2 കുട്ടികൾക്കും ഇല്ലേ വയറുവേദന ഒന്നും സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം വാവുകുട്ടി ഞങ്ങളിവിടെ എന്താ കാട്ടി ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇനിയിപ്പോൾ ഇതാ ഇത്ര നേരമൊക്കെ ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല. ഇതൊന്നിച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വാവിച്ചൊക്കെ ഇതാണ് സിനിമ കാണാൻ കേട്ടോ. എല്ലാവരും കൂടെ ഫിലിം കാണാം. കുടിക്കുമ്പോ ജ്യൂസ് മെല്ലെ കുടിച്ചേ. അത് അടിച്ചു കൊടുന്ന കുടിക്കണം ജ്യൂസേ. മെല്ലെ കുടിക്ക്.
കുട്ടിക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കടാ. കുറച്ച് കുടിച്ചാ മതി അവിടെ. കുറച്ച് കുടിക്കൂ ജെസിക്ക. അവള് ഞങ്ങള് കസിക്കാന്നാ വിളിക്കുക. എന്താ വിളിക്കണ്ടേ? ശരി പാവത് കിടക്കട്ടെ കേട്ടോ. ഈ വീഡിയോ കുറേ മുൻപുള്ള കേട്ടോ. ഉണ്ണിച്ചക്കൻ്റെ മമ്മി പോണ സമയത്ത് എടുത്തതാണ്. പക്ഷെ ഉണ്ണി രണ്ടിലും ഒരേ ഡ്രസ്സാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മുടെ ഡുമിക്ക് പോവാണെന്ന്. ആള് കൊറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല ഫണ്ണായിരുന്നു. ഫൺ വല്യമ്മയാണ് നമ്മുടെ വല്യമ്മ. അതെ, അമേരിക്കൻ സ്റ്റൈലിന് വിചാരിച്ച നമ്മള് അമേരിക്കൻ ഗൈസ് ഉറങ്ങുമ്പോൾ നമ്മളും ഉറങ്ങും. അവിടെ രാവിലെ ലേറ്റ് ആയിട്ട് നീക്ക് ലേറ്റ് ആയിട്ട് കിടക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൂച്ച ജീവനുള്ളതാണ്. ഒറിജിനൽ പൂച്ച അല്ല കേട്ടോ, ഡൂപ്പാണ്. പക്ഷെ കണ്ട ഒറിജിനൽ പോലെ ഉണ്ട്. എന്താ പേര്? ചിന്നൻ. വെളിച്ചം വന്നിട്ടുണ്ട്. ഉണ്ണിച്ചക്കൻ പോണില്ല കേട്ടോ. ഉണ്ണിച്ചക്കന് കുറച്ച് ജോലിയുടെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോവാനുണ്ട്. അതുകൊണ്ട് അപ്പൊ വല്യമ്മ ഞങ്ങളെ മിസ് ചെയ്യോ? പിന്നെ അതേ ഉള്ളൂ, മിസ് ചെയ്യണല്ലേ ഉള്ളൂ. പിന്നെ സങ്കടമുണ്ട്. പക്ഷെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് സകല ചാമങ്ങൾ എടുത്തിട്ടുണ്ട് അല്ലേ. എന്റെ ബെഡ്ഷീറ്റും കൂടി ഓർമ്മയ്ക്ക്. എന്നിട്ട് ഇവൻ ചോദിക്കണേ എന്താ അത് അവിടെ കൊണ്ടേക്ക്. വല്യമ്മയുടെ ബാഗ് എടുക്കുമ്പോ വരുമ്പോ എത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പോകുമ്പോ എത്ര വെയിറ്റ്. കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ണി കൊടുത്തിട്ടുണ്ടായി നമ്മൾക്ക് പ്രൊമോഷൻ കിട്ടിയതിന്റെ ഒക്കെ. അപ്പൊ ഉണ്ണിച്ചക്കൻ എടുത്തിട്ട് എന്താ അതൊക്കെ ഇതോടെ കൊണ്ടേക്ക് പറയാം അല്ലേ. തൂക്കിക്കൊണ്ടുവരും. അതാണ് പ്രശ്നം. എന്നോടൊക്കെ അവൻ വരുമ്പോ തൂക്കിക്കൊണ്ടു. അതാണ് കുഴപ്പം. അവൻ പറയണ ഞങ്ങളുടെ ചുട്ടിട്ട് പോകണവിടേക്ക്. അവൻ എന്താ പറയണത് ഇന്റെ വീടാണ് ഇവിടെ നടന്ന ചുട്ടിട്ട് പോകണമെന്നാണ് അവൻ ചോദിക്കുന്നത്. നാളെ ഹോസ്പിറ്റലിൽ പോകണം, അതാണ് മെയിനായിട്ട് പോണത്. അല്ലെങ്കിൽ ഒരാഴ്ച കൂടി ഇവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ പോകുമ്പോ ഒരു വിഷമമുണ്ട്. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പോയേ പറ്റൂ. അത് പോയി അവരുടെയും ഫാമിലി പോയ. പക്ഷെ ഇന്നീനും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്ന് ഒരാഴ്ച കണ്ട് കോളേജിൽ അവിടേക്ക് പോവാ. ഞാൻ എന്റെ സുന്ദരീനെ വിട്ടിട്ട് വരില്ല. സുന്ദരി ആരാ? സുന്ദരി ആരാ? എന്റെ മമ്മി. ആരോഗ്യമൊക്കെ നോക്കണം. അടുത്താളിലേക്ക് പോണ്ടേ. കെട്ടിപ്പിടിക്കാൻ പോകുമ്പോന്ന് റീസൺ കൂടി പറയ്. വലിയ വിളിക്കാതെ നാലോട്ട് വിളിച്ചതാ. റീസൺ എന്താ വെച്ചാൽ അവിടെ ലേറ്റ് ഇട്ടുണ്ട്. അതിൽ പാറ്റകൾ വരുന്ന അപ്പൊ അതിക്ക് നോക്കുമ്പോ വാക്കുട്ടിക്ക് കണ്ണെന്തോ പോലെ കോളേജിൽ പോയി വന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലതാ. ജിമ്മിൽ ഇപ്പൊ ഒന്നും പോകണ്ടാട്ടാ. ഇപ്പൊ പോണ്ടാന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ മതി. ആരോഗ്യമൊക്കെ വന്നിട്ട് ഇതൊന്നും ഇടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെന്താണ് പോട്ടെ ശാരദാട്ടാ. ശരി ശരി. അപ്പൊ അവര് പോട്ടെ. ബൈ. ശരി. അപ്പൊ ശരി. എപ്പോഴും ഹാപ്പിലി പെട്ടെന്ന് കരയൊന്നും വേണ്ട. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും. രാത്രി തുടങ്ങാണ് ഫോട്ടോസ്. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. നിനക്ക് അയക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എപ്പോഴും ഉച്ചയ്ക്ക് സേവ് ചെയ്ത് വെച്ചിട്ട് വാങ്ങിട്ട് എനിക്ക് അയക്കാൻ വേണ്ടിട്ടോ. അയച്ചാ എപ്പോ നീ കണ്ടത് വെച്ചിട്ട്? ശരി, ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് ഓൺ ചെയ്യ്. നിനക്കൊന്ന് ലൈവായിട്ട് അതെന്താ സംഭവം അത് കാണിച്ചു കൊടുത്തേ. ഇല്ല അങ്ങനെ വീഡിയോയില് കാണിക്കണ്ട. ലൈവില് ഒന്ന് സൗണ്ട് കുറച്ച് വേണമെന്ന്. സൗണ്ട് കുറച്ച് അതിന്റെ ശരി നല്ലതിനോടും ശരിട്ടാ. തല്ലുകൂടാണ്ട് എനിക്ക് സമാധാനം കരിയുവാണോ? കാര്യൊന്നും വേണ്ട. നോക്കി പോണേ. നമ്മൾ ഫോണിൽ വയ്ക്കുന്ന ഒരു സാധനം കണ്ടപ്പോഴേ ഉണ്ണി ഓടി കയറി ഇരുന്നതാട്ടോ വണ്ടിയിൽ. ഇത് നമുക്ക് പിന്നെ ഉണ്ണി അത് എടുത്തു. അപ്പോൾ ഓടി കയറി എടുക്കാൻ പോയി നോക്കി. അപ്പോൾ ഞങ്ങൾ ശരി യാത്രയൊക്കെ പറഞ്ഞിട്ട്
പോകാന്ന് ഓർത്തിട്ട് നിൽക്കുമ്പോൾ വാവ മിസ്സിങ് ആണ്. അപ്പൊ ഞാൻ കണ്ണാടി കൂടെ ഒരു ഗ്ലാസ് ഇങ്ങനെ കാണാണ്, നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കണേ. ഇറക്കടി പുറത്ത്. ഓക്കെ, ഇത് വലിയ പോടാ, ഞങ്ങള് പോയിട്ട് വരാം. ഒരാള് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണേ, അപ്പൊ വണ്ടിക്ക് എന്തോ വെയിറ്റ്. അപ്പൊ ശരി അല്ലിച്ച, ബൈ, താങ്ക് യു. പപ്പയാണ് ഗൈസ്. നമ്മളിങ്ങനെ ഒരു നക്ഷത്രം ഇങ്ങനെ നല്ല ഉദിച്ചിങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പ്രിയപ്പെട്ടവരായിരിക്കും. എത്ര ആണ് ഡാഡി കൂളാണ്. കണ്ടു ആ സൂചി എടുത്തൂലേ? അവൻ പോണില്ല, നാളെ പോണുള്ളൂ. വായം കൊണ്ടെടുക്കുന്നു. ഇത്ര ചട്ടിയല്ലോ, ഇത്ര ചട്ടിയല്ലോ. ഇപ്പൊ ചെടി നനച്ചിട്ടോ ബാക്കിൽ പോയിട്ട്. ഇന്നലെ ഞാൻ മാമി നനയ്ക്കാൻ കാണിച്ചെന്ന പോലെ ബക്കറ്റും കൊണ്ട് നനച്ചാൽ മതി. ഞാനാണ് ചെടി നനയ്ക്കുന്ന കുട്ടി, എനിക്ക് വയ്യാത്തോണ്ട് ഏട്ടനെ ഏൽപ്പിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം?